യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമ്മൾ ഓരോരുത്തരും വിലയുള്ളവരാണ് എന്നതാണ്. അനന്തമായ വിലയുള്ളവരാണ് നമ്മൾ. ഇത് ലോകത്തിൽ ഒരു പുസ്തകവും നമുക്ക് തരുന്നില്ല. നീ വിലയുള്ളവനാണ് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 43:4 നമ്മൾ വായിക്കുന്നില്ലേ, നീ എനിക്ക് ബഹുമാന്യനും അമൂല്യനും പ്രിയപ്പെട്ടവരും അത്രേ. ദൈവത്തിന് ഏറ്റവും ദൈവം വില കാണുന്നത് നമുക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് മനുഷ്യനായി തീർന്നത്. കാരണം നീ യേശുവിന് വിലയുള്ളവനാണ്. ലോകത്തിൽ ഒരു മതത്തിലും ഒരു ദൈവവും മനുഷ്യന് വേണ്ടി മരിക്കുകയോ രക്തം ചിന്തുകയോ പീഡകൾ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല. അത് ചെയ്തത് യേശു മാത്രമാണ്. അപ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത്രമാത്രം നീ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. വീണ്ടും റോമർക്കുടെ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ പുത്രനെ പോലും അവിടെ നമുക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിൽ പിന്നെ എന്തൊക്കെ നമുക്ക് തരാതിരിക്കുകയില്ല. അപ്പോൾ പിതാവായ ദൈവം യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ ആ പുത്രനെ നമുക്കായി തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ എത്രമാത്രം വിലപ്പെട്ട വ്യക്തിയാണ്. ബൈബിള് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് ഞാൻ വിലയുള്ളവനാണ് എന്ന ബോധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പലപ്പോഴും ഞാൻ വിലയുള്ളവനാണ് എന്ന ബോധം നമ്മൾ വളർത്തിക്കൊണ്ട് വരാറില്ല. അതേ സമയത്ത് നമ്മൾ ഈ ഭൂമിയിലുള്ള പലതിൻ്റെയും വില മനസ്സിലാക്കുന്നവരാണ്. വിലയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ആ അറിവ് നമ്മുടെ തലയ്ക്കകത്തുണ്ട്. ഇവിടുത്തെ സമ്പത്തിന് വിലയുണ്ട്, ആരോഗ്യത്തിന് വിലയുണ്ട്, സൗന്ദര്യത്തിന് വിലയുണ്ട്, ജോലിക്ക് വിലയുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ എന്തിനൊക്കെ വിലയുണ്ടോ ആ വിലയെല്ലാം നമ്മുടെ തലയ്ക്കകത്തറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്, നമ്മൾ മനസ്സിലാക്കാത്തത് നീ വിലയുള്ളവനാണ് എന്ന കാര്യമാണ്. അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ബൈബിളാണ്. ലോകത്തിലുള്ള ഒരു പുസ്തകവും നീ വിലയുള്ളവനാണെന്ന് നിന്നോട് പറയുന്നില്ല. നീ വിലയുള്ളവനാണെന്ന് നിന്നോട് പറയുന്നത് ബൈബിളാണ്. നോക്കൂ, ഒരു ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്നു, രക്തം ചിന്തുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നീ വിലയുള്ളവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.